Once upon a time, in a peaceful little town, there lived a young girl named Ligrazu. മോനെ ഇരിക്കന്നെയാണ്. അച്ഛനമ്മക്കല്ലേ ഇവിടെ? അച്ഛന് ജോലിക്ക് പോയ അമ്മ അവിടെ പോയില്ലേ? ഇന്നിപ്പോ പോണല്ലേ? ഒന്നുമില്ലല്ലേ? എന്താ ചെയ്യണേ? ഇംഗ്ലീഷ് ഒരു ലെറ്റർ എഴുതാണ്ട്. ഇങ്ങോട്ടേ കാണിച്ചാ മതി. ഇംഗ്ലീഷ് ലെറ്റർ ഇല്ലേ? ആന്റി എഴുതി തരാം. ആന്റിക്ക് എഴുതാറില്ലല്ലേ? അറിയിക്കല്ലേ? എന്തേലും ഞാൻ പറയാം. മോൻ പറഞ്ഞോളൂ. അതിനൊന്നും ഒരു കുഴപ്പം പറഞ്ഞു. ദ മേയർ, ഇതിന് മേയർ എഴുതിക്കോളി. ദ മേയർ ഇതാണല്ലേ? അല്ല ഇത് അതേന്നുല്ലേ? അതന്നെ ചോദിച്ചേ. പിന്നെന്തേന്നു? പിന്നെ മേയർ വാസ് ഗോയിങ്. മേയറില്ലേ? മേയർ അന്റെ എഴുതിക്കോളി. മേയർ കുട്ടി ചോദിക്കുന്നേ മേയറെ അവിടെ തിരിഞ്ഞു കളിച്ച് നിക്കാതെ ഒറ്റ ഒന്നിനും അറിയില്ല. മേയറല്ലേ? മേയറല്ലേ? മേയറില്ലേ? മേയറ് കയ്യേ. മേയറ് എന്തേന്നു? മേയറ് വാസില്ലേ? വാസ് 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 ഗോയിങ് ടു ദ എന്തേന്ന് പറഞ്ഞേ? ഗോയിങ് ടു ദ ഗോയിങ്ങില്ലേ? മോനെ കുട്ടി ഒരു കാര്യം ചെയ്തോളൂ. എന്താ അറിയോ? പരീക്ഷയ്ക്ക് നന്നാക്കി പഠിക്കണം. അതന്നെ നന്നാക്കി പഠിക്കണം. പരീക്ഷയല്ലേ വരുന്നത്. അതന്നെ പരീക്ഷയ്ക്ക് പഠിക്കണം. പിന്നെ നന്നാക്കി എനിക്ക് സമയമില്ലാത്തോണ്ടാണ്. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ അവിടെ വന്നിട്ട് ചെയ്യാനുള്ളത്. ഇപ്പൊ കൊടുക്കണം. പിന്നെ ഇതാണ് നമ്മളെ ചിഹ്നട്ടോ. മറക്കരുത്. എന്നാല് പിന്നെ അച്ഛനോടും അമ്മേനോടൊക്കെ പറയണം കേട്ടോ. ചെരുപ്പ് മറന്ന് സമയമില്ലാത്തോണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ മുഴുവൻ എഴുതി തരുന്നേ. മുഴുവൻ എന്നാ ശരി കേട്ടോ. അപ്പൊ ഒക്കെ പറഞ്ഞാൽ ആന്റിക്ക് തന്നെ കേട്ടോ. മറക്കരുത്. പ്രാവശ്യത്തെ ആന്റിക്ക് തന്നെ. എന്നാ ശരി കേട്ടോ മോനെ. ശരി ശരി ശരി. ഒരു രക്ഷപ്പെട്ടു. നിങ്ങളെന്താ ചെക്കൻ മതിയായിരുന്നു. അല്ലാണ്ട് ആവശ്യമായില്ലേ? ഇത് എന്താണിത്? ഇവിടെ ഒന്നും ഒരു ആൾതാമസം ഇല്ലാത്ത മാതിരി ഉണ്ടല്ലോ. കാടും പൊന്തിയും പടലും ഒക്കെ കൂടി പിടിച്ചിട്ട് ഏതായാലും പോയി നോക്കാം. ആവാലും കയ്യിലായി പോയി നോക്കാം. ഏതായാലും ആവശ്യം നമ്മളതാവുമ്പോഴേ ഇപ്പം ഒന്നും ചെയ്യാനില്ലല്ലോ. ആകെ നമ്മളെയൊക്കെ മൂടി കിടക്കുന്ന എന്താണാവോ? അല്ല അത് നോക്കി ചേട്ടാ. അതാ നമ്മളെ നാരായണിയമ്മല്ലേ ഇരിക്കണേ? നിങ്ങളിട്ട് നോക്കി. നിങ്ങൾ അതിൻ്റെ ഇടയിൽ അവിടെ ഫോണും കണ്ടോൻ്റെ കുറ്റം കുറവ്. അത് ഇനി സമയം ഇത് കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയാൻ തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ല നമ്മൾ വേറെ ആരെങ്കിലും സഹായിക്കാൻ എന്തെങ്കിലും പോവോ? നമുക്ക് പിന്നെ ആ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എല്ലാവരും കുറ്റം കുറവൊക്കെ പറയലല്ലേ പണി? അല്ലേ? അല്ലാതെ നമ്മൾ എന്താ അവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്തോളും. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങളിപ്പം എന്നാലും വരെ മുന്നിൽ നിന്ന് ഇത് കാണിക്കില്ല. ഇങ്ങോട്ട് വരി. നിങ്ങൾ നോക്കിയാണേ ആ നാരായണിയമ്മ എവിടെ ഇരിക്കുന്നേ? ആ ഇവിടുത്തെ എന്താണ്? ഇങ്ങോട്ട് വന്നോടി. ഇങ്ങോട്ട് ഫോണും വിളിച്ചിക്കാതെ ഓരേ. അതൊന്നും കുഴപ്പല്ലേ? അമ്മോ അമ്മോ എന്നെ മനസ്സിലായില്ലേ? ഞാന് എന്നെ മനസ്സിലായില്ല? അപ്പ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ട് കൊറേ നേരം പറഞ്ഞില്ലേന്നോ? അവിടെ അല്ലേ? എവിടെയോ? അല്ലേ? അല്ല അമ്മേന്റെ മുണ്ടിൽ ഇതാക്കണ്ട. ഇവിടെ അല്ലേ? സ്ഥലൊക്കെ നല്ലതാണേ. ഒന്നും ചളിയൊന്നും ഇല്ലാത്തോണ്ട് നല്ല സ്ഥല അല്ലേ? എന്തൊക്കെയാണ് പിന്നെ വിശേഷം? പ്രത്യേകിച്ച് അല്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ നിങ്ങളെല്ലാരും കൂടി വിചാരിച്ചിട്ട് പിന്നെ ദൈവത്തിന്റെ തോട് പമ്പളാണ്ട് ഇതായി പോന്നല്ലോ. അപ്പൊ എന്താ വെച്ചാല് എല്ലാവർക്കും ഞാനാണ് ഞങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഞാൻ തന്നെ മതി. ഇക്കൊല്ലം കൂടി ഇക്കൊല്ലം ഞാൻ തന്നെ മതി. അപ്പം എന്താ വെച്ചാല് പിന്നെ എല്ലതും എല്ലാവർക്കും ചെയ്തു കൊടുത്തോണ്ടേ ഇപ്രാവശ്യം ഞാൻ തന്നെ മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞ വാർദ്ധക്യ പെൻഷന്റെ കാര്യം എന്തായി? എത്രയായി ഞാൻ ഓഫീസുകൾ മൊത്തം കയറി നിരങ്ങണോ?
അല്ല കരയല്ലേ അല്ല ഞമ്മടെ പണി ആ അപ്പൊ വാർദ്ധക്യ പെൻഷൻ അല്ല അതെന്താ വെച്ചാലേ അതൊന്നും ചെയ്തു കൊടുക്കണ്ട അമ്മക്ക്. അല്ലേ അത് പറഞ്ഞ നിങ്ങക്ക് എല്ലാം ചെയ്തു കൊടുക്കണ അമ്മയല്ലേ അപ്പൊ എന്താ വെച്ചാൽ അത് അല്ല ഹാ ഇപ്പൊ പറഞ്ഞിട്ടില്ല കാര്യമില്ല എന്താ കേട്ടില്ല. അല്ലേ വാർദ്ധക്യ പെൻഷന്റെ ഞാൻ എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അത് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ അങ്ങോട്ട് ഇല്ല അതാ വീണ്. വേറെ എന്താ വെച്ചാൽ മറ്റവര് വന്നിട്ട് അല്ല ഇരിക്കേ അല്ല ഇവിടെ ഇരിക്കേ അപ്പൊ അല്ല അമ്മ നിക്കുമ്പോളേ നമ്മളിരിക്കാന്ന് അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ ഇപ്പൊ കൊറേ നടന്ന് ക്ഷീണിച്ചോണ്ടാണ് കേട്ടല്ലേ ഞാൻ ഇരിക്കൊന്നുമില്ല അമ്മേന്റെ മുന്നിൽ നമ്മളിരിക്കില്ലല്ലോ. ഞാൻ വേണ്ട ഒന്നും വേണ്ട കാരണം അമ്മക്ക് ഞങ്ങൾ വരുമ്പോ കുറച്ച് ഫ്രൂട്ട്സ് എന്നൊക്കെ വാങ്ങണ വെച്ചിട്ട് ഒന്നും നടന്നില്ല. പിന്നെ പൈസ 500 വേണോ? അല്ലേ അല്ല ഒരാടന്നോട്ടാ എന്താ വെച്ചാല് അമ്മക്ക് പോന്നപ്പോൾ എന്താ വെച്ചാല് നമ്മളിങ്ങനെ തിരക്കിൽ ഇറങ്ങിയതുകൊണ്ട് പൈസ ഒന്നും എടുക്കില്ല. പിന്നെ എന്താ വെച്ചാൽ അടുത്ത പ്രാവശ്യം ഈ പ്രാവശ്യം കൂടി ഇന്നോട് ജയിപ്പിച്ചെന്നാല് ഉറപ്പാണ്. അല്ല 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 അതവിടെ അമ്മ നിൽക്കുക ഉറപ്പാണ് ഈ പ്രാവശ്യം എന്തെന്നെയായാലും വേണ്ടില്ല എന്തെന്നെയായാലും വേണ്ടില്ല ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടുണ്ടെങ്കിൽ ആ അമ്മേന്റെ വാർദ്ധക്യ പെൻഷൻ റെഡിയാക്കി തന്നിട്ട് ഞാൻ വിടുന്ന കേട്ടോ അനങ്ങുള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു അമ്മേന്റെ വീട് വരുമ്പോഴും കൂടി ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ അമ്മയ്ക്ക് അത് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വിടുന്നാണല്ലോ നമ്മള് മറ്റവർക്കൊക്കെ അതിന് കൊടുക്കാനുള്ളൊക്കെ കൊണ്ടുപോയതേ. നിങ്ങൾ കേൾക്കണ്ടോ? ശരിയാക്കി തരാം. അപ്പൊ എന്താ ചെയ്യാച്ചാലേ പറ്റിയില്ലെങ്കിൽ ആ റോട്ട് ഒക്കെ ആക്കി തരാം. നിർത്താൻ പറയാം അടുത്ത വീട്ടിൽ പോകണ്ടത്തിന്റെ പരിയാരക്കെട്ട് കേട്ട് നിന്നാ എന്താ അല്ലേ ഓണോണോ ആണ് അമ്മോ ഇതാ അപ്പൊ ഇത് പിന്നെ വരുമ്പോഴേ ഇത് വരുമ്പോ അവിടെ കൊണ്ടു കൊടുത്താൽ മതി ചെയ്യാൻ വോട്ട് ചെയ്യാനേ ചുറ്റുവഴക്കൽ ഇങ്ങനെ പിടിച്ചാ മതി. അപ്പൊ ഇത് ചെയ്യണ്ടേ ഇതെന്താ ചെയ്യണ്ടേന്ന് അറിയില്ലേ? പിന്നെ വണ്ടി നമ്മള് കൊണ്ടുവരും പിന്നെ വരുമ്പോഴേ കേട്ടോ കൊണ്ടുപോവാൻ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടാക്കാനൊന്നും നിക്കല്ലേ കേട്ടോ നീ ദയവ് ചെയ്തിട്ട് കഴിഞ്ഞ അതൊക്കെ ശരിയാ കൊണ്ട് അങ്ങോട്ട് കൊണ്ടാക്കി തരാറിനാണ് മോനോട് പറഞ്ഞാണേ നിങ്ങളങ്ങോട്ട് മറ്റവരൊക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്തെ അവര് മത്സരിച്ചവരൊക്കെ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കാര്യമായിട്ട് എന്നിട്ടോ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടുപോയില്ല അവിടെ ഇട്ട് പോയി. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണേ പിന്നെ ഇതാണ് നമ്മളെ ചിഹ്നം കേട്ടോ മറക്കണ്ട. അപ്പൊ അമ്മ മാത്രല്ലേ ഉള്ളു. അപ്പൊ വന്ന് വണ്ടി വരും. എന്നാ ശരി കേട്ടോ. ഇരുന്നോളൂ. അല്ല മോളെ പിന്നെ ഒക്കെ റെഡിയാക്കും കേട്ടോ. അല്ലേ പിന്നെ അപ്പുറത്തെ വീടുള്ളതുകൊണ്ട് ഒക്കെ ശരി ഒക്കെ പറഞ്ഞാരി കേട്ടോ പറഞ്ഞാരി ഞാൻ അവിടെ വീട്ടിലേക്ക് പോയതേനെ നാരായണമ്മേന്റെ അടുത്തേക്ക്. നിങ്ങക്ക് എന്തേ പറ്റിയ നാരായണമ്മ 6 മാസമായല്ലോ ചത്തിട്ട്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാനിപ്പോ ആ വാർദ്ധക്യ പെൻഷൻ ഇതിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ ഇലക്ഷൻ ആയില്ലേ അപ്പൊ ഒരു വോട്ടിന്റെ കൊടുത്തിപ്പോ പറഞ്ഞു ഇങ്ങോട്ട് പോന്നിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? 6 മാസമായ മരിച്ചിട്ട് ആ പെൻഷനൊക്കെ അത് എത്ര കയറി ഇറങ്ങിയാറ് നിങ്ങൾക്ക് അറിയില്ല. ഓരോ മക്കൾ ഓരോ ബസ് പോയതാണ്. അത് എന്നോട് പറഞ്ഞ് റെഡിയാക്കി കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ ഈ പ്രാവശ്യം കൂടി ജയിപ്പിച്ചു കഴിഞ്ഞാല് ഞാൻ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ബസ്സിന് ഒന്നും കിട്ടാതെ ആരും നോക്കാല്ലാതെ അവര് മരിച്ചു പോയത്. നാരായണിയമ്മ അതൊക്കെ നാരായണ എന്താ കളി പറയണേ? ഞാൻ ഇപ്പൊ അവിടെ കണ്ടിട്ടല്ലേ ഉള്ളൂ. എന്താ പറയുന്നല്ലോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടെന്നല്ലോ അല്ല ഇവിടെതാ അല്ല ഇവിടെ ഓരോ പണ്ടത്തെ വടിപ്പോള് ഇവിടെ തന്നെ ഉണ്ട്. ആരും അനങ്ങാതെ 6 മാസം. ഇവിടെ നാരായണിയമ്മ ഇവിടെ നിങ്ങളെന്താ പറയാ 6 മാസായി. വർത്താനൊക്കെ പറഞ്ഞു. നിങ്ങളെന്താ പറയുന്ന മെമ്പറെന്ന് 6 മാസായല്ലോ. അവർക്ക് ഭക്ഷണം ഓരെത്ര ഓഫീസ് കയറി ഇറങ്ങിയ അറിയോ?